പ്രപഞ്ചത്തിലെ 27 നക്ഷത്രങ്ങളിൽ ചന്ദ്രന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളും സൗന്ദര്യത്തിന്റെയും സമ്പന്നതയുടെയും പ്രതീകവുമായ രോഹിണി നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം വെറും ഒരു മാസം എന്നതിലുപരി വലിയൊരു സാമ്പത്തിക പരിവർത്തനത്തിന്റെ നാന്ദി കുറിക്കലാണ്. ഇടവം രാശിയിൽ ഉൾപ്പെടുന്ന രോഹിണി നക്ഷത്രക്കാർ പൊതുവെ ഭൗതിക സുഖ സൗകര്യങ്ങളിലും സാമ്പത്തിക ഭദ്രതയിലും വിശ്വസിക്കുന്നവരാണ്. ശുക്രന്റെ രാശി ആധിപത്യവും ചന്ദ്രന്റെ നക്ഷത്രനാഥത്വവും ഒത്തുചേരുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസം സവിശേഷമായ പല ജ്യോതിഷ മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നു. 2026 ഏപ്രിൽ മാസം മലയാളിക്ക് ഐശ്വര്യത്തിന്റെ ഉത്സവമായ വിഷുവിന്റെ മാസമാണ്. വിഷു കൈനീട്ടം എന്നത് കേവലം ഒരു ആചാരമല്ല, മറിച്ച് ആ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിലെ ഗ്രഹനിലകൾ പരിശോധിക്കുമ്പോൾ വ്യാഴം, ശനി, ശുക്രൻ എന്നിവരുടെ സ്ഥാനങ്ങൾ നിങ്ങളുടെ ധനഭാവത്തെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ടെന്ന് കാണാം. കഴിഞ്ഞ കുറെ മാസങ്ങളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ ഇഴച്ചിലുകൾക്കും തടസ്സങ്ങൾക്കും ഈ മാസം വിരാമമിടാൻ പോവുകയാണ്. ജ്യോതിഷ ശാസ്ത്രം അനുസരിച്ച് 2026 ഏപ്രിൽ മാസത്തിലെ ആദ്യ പകുതിയിൽ സൂര്യൻ മീനം രാശിയിലും പിന്നീട് മേടം രാശിയിലേക്കും പ്രവേശിക്കുന്നു. രോഹിണി നക്ഷത്രക്കാർക്ക് സൂര്യന്റെ ഈ സംക്രമണം ചിലവുകൾ വർദ്ധിപ്പിക്കുമെങ്കിലും അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭകരമായ നിക്ഷേപങ്ങളിലേക്കായിരിക്കും വഴി തുറക്കുക. നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ വീട് പണി പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ പഴയ ബാധ്യതകളിൽ നിന്ന് മോചനം നേടാനോ ഉള്ള വിസ്മയിപ്പിക്കുന്ന അവസരങ്ങൾ ഈ മാസത്തിന്റെ പകുതിയോടെ നിങ്ങളെ തേടിയെത്തും. സാമ്പത്തിക ശാസ്ത്രവും ജ്യോതിഷവും കൈകോർക്കുന്ന ഈ കാലഘട്ടത്തിൽ രോഹിണി നക്ഷത്രക്കാർ തങ്ങളുടെ സ്വതസിദ്ധമായ ക്ഷമയും വിവേകവും പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ചന്ദ്രന്റെ സ്വാധീനം മൂലം പെട്ടെന്നുള്ള വൈകാരിക തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്താൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ഐശ്വര്യത്തിന്റെ ദേവതയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഏപ്രിൽ മാസത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് ലഭ്യമാകുന്നത്? നിങ്ങളുടെ സമ്പാദ്യം ഇരട്ടിയാക്കാൻ പോകുന്ന മേഖലകൾ ഏതൊക്കെയാണ്? കടബാധ്യതകൾ ഒഴിയുമോ? പുതിയ വായ്പകൾക്ക് ശ്രമിക്കുന്നവർക്ക് അത് അനുകൂലമാകുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിക്കൊണ്ട് 2026 ഏപ്രിൽ മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ സാമ്പത്തിക ഭാവി വിവിധ മേഖലകളിലായി നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഉദ്യോഗസ്ഥരായ രോഹിണി നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം ആശ്വാസകരമായിരിക്കും. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ദീർഘകാലമായി കാത്തിരുന്ന ഇൻക്രിമെന്റോ ബോണസോ ലഭിക്കാൻ ഈ മാസം സാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും അതിനോടൊപ്പം സാമ്പത്തിക നേട്ടങ്ങളും കൈവരും. ഏപ്രിൽ 14 ശേഷമുള്ള സൂര്യന്റെ രാശിമാറ്റം ഔദ്യോഗിക രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നിലവിലുള്ള ജോലിയിൽ സംതൃപ്തരല്ലാത്തവർക്ക് മെച്ചപ്പെട്ട ശമ്പളത്തോടു കൂടി പുതിയ ജോലി കണ്ടെത്താൻ സാധിക്കും. എന്നാൽ മാസത്തിന്റെ ആദ്യ വാരത്തിൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കണം. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനാവശ്യമായ മൂലധനം കണ്ടെത്താൻ പ്രയാസമുണ്ടാകില്ല. ബാങ്ക് വായ്പകൾ എളുപ്പത്തിൽ അനുവദിക്കപ്പെടും. പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭവിഹിതം വർദ്ധിക്കും. എന്നാൽ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. കയറ്റുമതി ഇറക്കുമതി മേഖലകളിലുള്ളവർക്ക് ഏപ്രിൽ 3-ാം വാരത്തോടെ വലിയ ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവയുടെ വ്യാപാരം ചെയ്യുന്നവർക്ക് ഈ മാസം സാമ്പത്തികമായി വലിയ ലാഭം കൊയ്യാൻ സാധിക്കും. രോഹിണി നക്ഷത്രം ഭൂമിയുമായി ബന്ധപ്പെട്ട നക്ഷത്രമായതിനാൽ കൃഷിയിൽ ഇവർക്കെന്നും താല്പര്യം കൂടുതലായിരിക്കും. ഏപ്രിൽ മാസത്തിലെ വിഷുക്കാലം കാർഷിക ആദായത്തിന്റെ സമയമാണ്. നാളികേരം, റബ്ബർ, കുരുമുളക് തുടങ്ങിയ നാണ്യവിളകളിൽ നിന്ന് മികച്ച വരുമാനം പ്രതീക്ഷിക്കാം. ഹൈടെക് കൃഷിയിലോ പോളി ഹൗസ് ഫാമിംഗിലോ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിപണിയിൽ നല്ല ഡിമാൻഡ് ലഭിക്കുകയും സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും. ബ്ലൂ ചിപ്പ് ഓഹരികളിൽ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുന്നത് ഗുണകരമാകും. ഊഹക്കച്ചവടങ്ങളിൽ നിന്നും ഇൻട്രാഡേ ട്രേഡിംഗിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് ഉചിതം. അപ്രതീക്ഷിത നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിന്റെ 2-ാം വാരം അനുയോജ്യമാണ്. ഇത് ഭാവിയിൽ വലിയൊരു സമ്പാദ്യമായി മാറും. സ്വന്തമായി വീടോ സ്ഥലമോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ കരാറുകളിൽ ഒപ്പിടാൻ ഈ മാസം സാധിക്കും. പിതൃസ്വത്ത് ലഭിക്കാനോ തർക്കങ്ങളിൽ തീരുമാനമാകാനോ സാധ്യതയുണ്ട്. വീടുപണി പൂർത്തിയാക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുകയും വീടുപണി പുനരാരംഭിക്കുകയും ചെയ്യാം. റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരായി പ്രവർത്തിക്കുന്നവർക്ക് വലിയ കമ്മീഷൻ തുകകൾ ലഭിക്കുന്ന ഇടപാടുകൾ നടക്കാൻ സാധ്യതയുണ്ട്. വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ചെലവുകളും വർദ്ധിക്കുന്ന മാസമാണ് ഏപ്രിൽ. വിഷു പ്രമാണിച്ച് വസ്ത്രങ്ങൾക്കും ഗൃഹോപകരണങ്ങൾക്കും വിനോദങ്ങൾക്കുമായി വലിയൊരു തുക ചെലവാക്കേണ്ടി വരും. കുടുംബത്തിലെ പ്രായമായവരുടെ ആരോഗ്യ കാര്യങ്ങൾക്കായി പണം മാറ്റിവെക്കേണ്ടി വരും. ഇൻഷുറൻസ് പോളിസികൾ പുതുക്കാൻ ശ്രദ്ധിക്കണം. അനാവശ്യമായ ആഡംബര വസ്തുക്കൾക്കായി പണം ദൂർത്തടിക്കാൻ സാധ്യതയുണ്ട്. ഇത് മാസാവസാനം സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കാൻ കാരണമാകും. അതിനാൽ ബഡ്ജറ്റ് തയ്യാറാക്കി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. പഴയ കുടിശ്ശികകൾ തീർക്കാൻ ഈ മാസത്തെ വരുമാനം സഹായിക്കും. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ഈ മാസം പുതിയ കടബാധ്യതകൾ വരുത്തി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വ്യക്തിഗത വായ്പകൾ ഉയർന്ന പലിശ നിരക്കിൽ എടുക്കുന്നത് ഒഴിവാക്കണം. വിദേശത്ത് ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് സ്കോളർഷിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സഹായിക്കും. മത്സര പരീക്ഷകൾക്കായി പരിശീലനത്തിന് ചേരുന്നവർക്ക് അതിനായുള്ള പണം കണ്ടെത്താൻ മാതാപിതാക്കളുടെ സഹായം ലഭിക്കും. കലാകാരന്മാരായ രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി മികച്ച മാസമായിരിക്കും ഏപ്രിൽ.
സ്റ്റേജ് ഷോകൾ, പുതിയ പ്രോജക്റ്റുകൾ എന്നിവയിലൂടെ കൈനിറയെ പണം ലഭിക്കും. നിങ്ങളുടെ കഴിവുകൾ പുറം ലോകത്തെ അറിയിക്കാനും അതിലൂടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും സാധിക്കും. പണമിടപാടുകളിൽ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ അമിതമായി വിശ്വസിക്കരുത്. ജാമ്യം നിൽക്കുന്നത് ഈ മാസം ഒഴിവാക്കണം. പ്രധാനപ്പെട്ട സാമ്പത്തിക രേഖകളിൽ ഒപ്പിടുമ്പോൾ കൃത്യമായി വായിച്ചു നോക്കുക. സാമ്പത്തിക തടസ്സങ്ങൾ മാറാൻ ലക്ഷ്മി ദേവിയെ ഭജിക്കുന്നത് ഉത്തമമാണ്. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുക. രോഹിണി നക്ഷത്രത്തിന്റെ അധിപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ തിങ്കളാഴ്ചകളിൽ ക്ഷീരധാരയോ വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയോ ചെയ്യാം. സാമ്പത്തിക അഭിവൃദ്ധിക്കായി പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നത് ശുഭഫലങ്ങൾ നൽകും. ഏപ്രിൽ 1-ാം വാരം ചെലവുകൾ കൂടും. വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരാൻ സാധ്യതയുള്ളതിനാൽ നിയന്ത്രണം പാലിക്കുക. 2-ാം വാരം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ലോട്ടറിയിലോ മറ്റ് സമ്മാന പദ്ധതികളിലോ ചെറിയ വിജയങ്ങൾ പ്രതീക്ഷിക്കാം. 3-ാം വാരം ബിസിനസ്സിലും ജോലിയിലും പുതിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. വരുമാനത്തിൽ വർധനവുണ്ടാകും. മാസാവസാനം നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമാണ്. ഭാവിയിലേക്കുള്ള സമ്പാദ്യങ്ങൾ പ്ലാൻ ചെയ്യാൻ മികച്ച സമയമാണ്. വർദ്ധിച്ച വരുമാനം കടങ്ങൾ തിരിച്ചടയ്ക്കാൻ നിങ്ങളെ സഹായിക്കുമ്പോൾ ഉയർന്ന പലിശയുള്ള കടങ്ങൾ ആദ്യം തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാരം ഗണ്യമായി കുറയ്ക്കും. അത്യാവശ്യമല്ലാത്ത പുതിയ കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനോ വിനോദങ്ങൾക്കോ വേണ്ടി കടം വാങ്ങുന്നത് ഈ മാസം ഒഴിവാക്കണം. നിങ്ങളുടെ നിലവിലെ കടങ്ങളെക്കുറിച്ച് ഒരു പുനരാസൂത്രണം നടത്തുന്നത് നല്ലതാണ്. സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചിച്ച് കടം കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക. ലോൺ ഏകീകരണം പോലുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. നിലവിലുള്ള ഭവന വായ്പകളോ വാഹന വായ്പകളോ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ഇത് പ്രതിമാസ തിരിച്ചടവ് കുറയ്ക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ പണം ലാഭിക്കാനും സഹായിക്കും. നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന പാർട്ട് ടൈം ജോലികളോ ഹോബികളോ സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇത് നിങ്ങളുടെ പ്രധാന വരുമാനത്തിന് പുറമെ ഒരു അധിക വരുമാനം നൽകും. കലാപരമായ കഴിവുകൾ ഉപയോഗിച്ച് വരുമാനം നേടാൻ അവസരം ലഭിക്കും. ഓൺലൈൻ ബിസിനസ്സുകൾ, ബ്ലോഗിംഗ്, കണ്ടന്റ് ക്രിയേഷൻ എന്നിവയിലൂടെ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. നിങ്ങളുടെ സൃഷ്ടികൾക്ക് നല്ല സ്വീകാര്യത ലഭിക്കും. എഴുത്ത്, ഡിസൈനിങ്, പ്രോഗ്രാമിംഗ്, അധ്യാപനം, കൺസൾട്ടിംഗ് തുടങ്ങിയ നിങ്ങളുടെ കഴിവുകൾ ഒരു വരുമാന മാർഗമാക്കി മാറ്റാൻ ഇത് നല്ല സമയമാണ്. നിങ്ങളുടെ വൈദഗ്ധ്യം സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പാവപ്പെട്ടവരെ സഹായിക്കുക, പ്രത്യേകിച്ച് കലാപരമായ കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ നൽകും. ജ്യോതിഷപരമായ കാര്യങ്ങൾക്കപ്പുറം നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും വിജയത്തിലേക്കുള്ള പ്രധാന വഴികളാണ്. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോവുക. 2026 ഏപ്രിൽ മാസം രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ആത്മവിശ്വാസം നൽകുന്ന മാസമാണ്. ചെറിയ പ്രതിസന്ധികൾ മാസത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായേക്കാമെങ്കിലും പതറാതെ മുന്നോട്ട് പോയാൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അച്ചടക്കമുള്ള സാമ്പത്തിക ആസൂത്രണവും കഠിനാധ്വാനവും വഴി ഈ മാസത്തെ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താൻ രോഹിണി നക്ഷത്രക്കാർക്ക് കഴിയും. ഈ പ്രവചനങ്ങൾ പൊതുവായ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വ്യക്തിപരമായ ജാതകത്തിലെ ദശാസന്ധികൾക്കനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം. അതിനാൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് ഒരു വിദഗ്ധ ജ്യോതിഷന്റെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും.